ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫ്ലോർമാൻ എന്നുള്ള പോസ്റ്റിന്റെ അല്ലെങ്കിൽ ഫ്ലോർമാനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ റെസ്റ്റ് ബോട്ട് എന്നുള്ളൊരു പോസ്റ്റിൽ നമ്മൾ റിഗിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് ബോട്ട് എന്നുള്ള ഒരാൾ ഫ്ലോർമാൻ എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റെസ്റ്റ് ബോട്ട് ആണെങ്കിൽ അടുത്ത നെക്സ്റ്റ് പ്രൊമോഷൻ അവന് ഫ്ലോർമാനായിട്ട് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊമോഷന്റെ ഡ്യൂറേഷൻ അത് നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ 6 മന്ത് കൊണ്ട് റെസ്റ്റ് ബോട്ടിൽ നിന്ന് ഫ്ലോർമാനിൽ പോകുന്ന ആൾക്കാരുണ്ട്, 1 ഇയർ എടുക്കുന്നവരുണ്ട്, 2 ഇയർ എടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ ഓക്കെ ആണ് എന്ന് നിങ്ങളുടെ സീനിയർ സ്റ്റാഫിന് മനസ്സിലാവുന്ന സമയത്താണ് നമ്മൾ ഫ്ലോർമാൻ എന്നുള്ളൊരു പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലോർമാനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മെയിൻലി റിഗ് ഫ്ലോറിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ജോബുകൾ മെയിനായിട്ട് വരുന്നത് റിഗ് ഫ്ലോറിലാണ്. നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് BHA ബോട്ടം ഹോൾ അസംബ്ലി എന്ന് പറഞ്ഞ ഡ്രിൽ ബിറ്റും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ റീമേഴ്സ്, ഡ്രിൽ കോളേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, അങ്ങനെ കുറേ എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ BHA എന്ന് പറയുന്നത്, ബോട്ടം ഹോൾ അസംബ്ലി എന്ന് പറയുന്നത്. ഈ ബോട്ടം ഹോൾ അസംബ്ലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും. ഈ എക്യുപ്മെന്റ്സുകൾ കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രിൽ പൈപ്പുകൾ കണക്ട് ചെയ്യുക. നോർമൽ ഡ്രില്ലിംഗ് നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രിൽ പൈപ്പുകൾ പോയി ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിഗ് ഫ്ലോറിന്റെ മെയിൻ്റനൻസ്, ചില സമയങ്ങളിൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോബുകൾ ഫ്ലോർമാൻമാർ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിഗ് ഫ്ലോർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോർമാന്റെ ജോലി. റെസ്റ്റ് ബോട്ടിന്റെ ജോബ് ഗ്രൗണ്ട് ലെവലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിലുള്ള പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോബുകൾ റെസ്റ്റ് ബോട്ട് എന്നുള്ള ഒരാൾ ചെയ്യേണ്ടി വരും. എപ്പോഴും ചെയ്യണമെന്നല്ല, നമ്മൾ മെയിൻ്റെനൻസ് വരുന്ന സമയത്ത് നമ്മുടെ റിഗ് കാണാൻ എത്രയും വൃത്തിയാക്കി ഇടാൻ പറ്റുമോ അത്രയും വൃത്തിയാക്കി നമ്മൾ ഇടുക. അതുപോലെ ഫ്ലോർമാൻ എന്നുള്ള ജോബ് വരുന്നത് നമുക്ക് റിഗ് ഫ്ലോറിലാണ്. റിഗ് ഫ്ലോറിൽ ഉള്ള ഹാൻഡ് റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രോബക്സ്, അതുപോലെ നമ്മുടെ റിഗ് ഫ്ലോറിലുള്ള റെഡ് സോൺസ്, ചില ഏരിയാസിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് റെഡ് സോൺ എന്ന് പറഞ്ഞ് ഒരു ഏരിയ വരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡൻസ് അവിടെ ഉണ്ടാവത്തില്ല. ബിക്കോസ് അയാൾ അവെയർ ആണ് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ റെഡ് സോൺസ് നമ്മൾ മാർക്ക് ചെയ്യുക. അതുപോലെ സ്ലിപ്സിന്റെ ഡൈസ് ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ റിഗ് ഫ്ലോറിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം പ്രോപ്പറായിട്ട് നോക്കേണ്ടത് ഫ്ലോർമാൻ എന്നുള്ള പോസ്റ്റിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ റിഗ് ഫ്ലോറിലുള്ള ഡ്രിൽ പൈപ്പുകളുടെ കണക്ഷൻസ് അല്ലെങ്കിൽ BHAയുടെ കണക്ഷൻസ്, ഡ്രിൽ പൈപ്പുകൾ ഭൂമിക്ക് അടിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പുൾ ഔട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ആ പൈപ്പുകൾ പ്രോപ്പറായിട്ട് റാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഡെറിക്മാനെ ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്ലോർമാൻ എന്നുള്ള ഒരു ജോബ് പോസ്റ്റിനകത്ത് നമുക്ക് വരുന്നത്.